Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് തന്നെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായി മാറും എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ആ ബ്രേക്കപ്പ് സംഭവിച്ചതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വിഷമത്തിലാണ്, അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ഇതാണ് എന്നുള്ളത് അവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്നുള്ള മാത്രം ഉദ്ദേശത്തോടു കൂടിയിട്ടോ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് പ്ലേ ചെയ്യുന്നതായിരിക്കാം. എന്തായിക്കൊള്ളട്ടെ, ഇത്തരത്തിൽ അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഓർമ്മിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഒരു പക്ഷെ നിങ്ങൾ ഇങ്ങനെ നിരന്തരം ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു മതിപ്പ് കുറയാൻ കാരണമാകും. ബിക്കോസ് നിങ്ങൾ അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം അതൊക്കെ കുറയാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ ഉണ്ടായിരിക്കും. സോ അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുക അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കി ഓരോ കാര്യങ്ങൾ, എസ്പെഷ്യലി ഇത്തരത്തിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതിനോ അല്ലെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരികെ വരണം എന്നൊക്കെ ആഗ്രഹം കൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ട്രിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതായത് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയ ആ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഡിസിഷനെ ആക്സെപ്റ്റ് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ വ്യക്തി ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾ നിരന്തരം അവരുടെ പുറകെ ചേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരോട് ഓവർ റിക്വസ്റ്റ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബെഗ് ചെയ്തുകൊണ്ട് യാചിച്ചുകൊണ്ടൊക്കെ ആ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാല്യൂ എത്രത്തോളമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ഒരു ലൈഫിൽ അവർ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ സന്തോഷത്തിലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നില്ല. പിന്നീട് അവരെ ബ്ലെയിം ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ അവരതൊന്നും മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനൊരു ഒരു പ്രയോജനം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ അവരുടെ ഡിസിഷനെ ആക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളോട് അവർക്ക് അത്രയും ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ തിരികെ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. എന്നാൽ ഓവർ ചേസ് ചെയ്യുന്നു, പ്രഷർ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു റിസൾട്ടിന് സാധ്യത ഉണ്ടായിരിക്കില്ല. സോ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, നിങ്ങളെ പോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുക, അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല, ബ്രേക്കപ്പിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഒരു റീസൺ നിങ്ങളുടെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടിയാണ്. സോ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ ആക്ഷൻസിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും ചേഞ്ച് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി അവിടെ ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഡിസിഷൻ എന്താണോ അതിനെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഡിസിഷനെയും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻഡ് തേർഡ് വൺ, പ്രയോറിറ്റൈസ് യുവർ സെൽഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ കെയർ ചെയ്യാൻ വേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്.
കാരണം നമ്മുടെ ലൈഫിൽ അതൊരു ഹാപ്പിനെസ് ആണെങ്കിലും കുറച്ച് മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അതായത് കുറച്ച് സഫർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ തന്നെയാണ് അത് ഡീൽ ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് അതിലൂടെ പോകുന്നത്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലുണ്ടായിരിക്കും ഒരുപാട് കെയർ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സോ അത്തരത്തിലുള്ള കെയർ നമ്മൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുക. ഈ 3 കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ഓർമ്മിക്കുന്നത് എപ്പോഴും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ടുവരുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്